ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അഞ്ജലി ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അർജുനോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തനിക്കൊരു ചേച്ചിയുണ്ട്, സ്വന്തം ചേച്ചി. ആ ചേച്ചിയാണ് തന്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറയാണ്. അപ്പൊ ആര്യയാണോ എന്ന് ചോദിക്കുമ്പോ, അയ്യോ ആര്യന്റെ കസിൻ ചേച്ചിയല്ലേ, എന്റെ സ്വന്തം ചേച്ചി അനുപമ അഭിലാഷ്, ശംഖുചക്രത്തിലെ രാഘവനുടെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് കാറിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് കേട്ട് അർജുനാകെ ഷോക്കായി പോയി. ഈശ്വര, അപ്പോ അനുപമയെടുത്തി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്വന്തം ചേച്ചിയാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അർജുനെ കാണിച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അനുപമയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാണ് അർജുൻ കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞ് വന്നപ്പം മുതൽ ഇവിടം വരെ അനുപമ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. അവരെന്തൊരു ക്രൂര സ്ത്രീയാണ് എന്ന് അർജുൻ വിചാരിക്കുന്നുണ്ട്. കാരണം തന്റെ സ്വന്തം അനിയത്തിയുടെ, അത് അനുപമക്കറിയാം സ്വന്തം അനിയത്തിയാണ് അഞ്ജലി എന്നല്ലേ, എന്നിട്ടും അവളെ കൊല്ലാൻ വേണ്ടിയിട്ടും അവളെ തീർക്കാൻ വേണ്ടിയിട്ടും ആ കാർത്തിക്കിന്റെയും കാവ്യയുടെയും കൂടെ നിന്ന് എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തത്. സമ്മതിക്കണം അവരൊരു സ്ത്രീയാണോ? അല്ല, ഇങ്ങനത്തെ ഒരു സ്ത്രീനെ എന്റെ ചേട്ടൻ എങ്ങനെ വിവാഹം കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അർജുൻ. ശേഷം അർജുനെ വിളിക്കാണ്. അലോ രാജീവ്, വണ്ടി എടുക്ക്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തായി ആലോചിക്കണത് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ വേഗം വന്ന് വണ്ടി എടുക്കാണ്. എന്നിട്ട് അഞ്ജലി അടുത്ത് പറയുന്നുണ്ടല്ല, തനിക്ക് ഇങ്ങനത്തെ ഒരു ചേച്ചിയുള്ള കാര്യം താൻ എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അത് വേറൊന്നുമല്ല, സമയം പറയാന്ന് ചോദിച്ചു. പിന്നെ അവളെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം അവൾ അന്ന് അഭിലാഷിന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ എന്റെ വീട്ടുകാര് അവളെ ഉപേക്ഷിച്ചാണ്. അങ്ങനത്തെ ഒരു മകളില്ലെന്ന് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതാണ്, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും, അല്ല തന്റെ ചേച്ചി ലവ് മാരേജ് ആണോ, ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിച്ചതല്ലേ? അതൊക്കെ വലിയ കഥയാണ്, പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അല്ല തനിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞൂടെ? എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ രാജുവിന്റെ അടുത്തൊന്നും ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞ ആ ശംഖുചക്രത്തിലൊരു മുത്തശ്ശിയുണ്ട് എന്ന് പറയാണ്. ഈശ്വര, എന്റെ മുത്തശ്ശിയുടെ കഥയാണല്ലോ പറയണത് എന്ന് അർജുനും വിചാരിക്കുകയാണ്. ശേഷം അഞ്ജലി പറയണ്ട്, ആ മുത്തശ്ശി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും ആ അമ്പലത്തിൽ വന്നിരുന്നു. ഞാൻ ആ സമയത്ത് ചെറിയൊരു ഗുണ്ടകളെയൊക്കെ എന്താണ് ഒതുക്കി പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ എന്റെ ആ ഫൈറ്റും ആ നീതി പറയുന്ന സംസാരമൊക്കെ കേട്ടപ്പോ ആ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടം. മുത്തശ്ശി അപ്പൊ പൂജാരി അടുത്ത് ചോദിച്ചു, ഏതായി കുട്ടീന്ന്? ഇന്ന ആളുടെ മകളാണെന്ന് പറഞ്ഞു. അപ്പൊ പൂജാരി ഒരു ആഗ്രഹം പറഞ്ഞു, എന്റെ കൊച്ചുമകൻ അഭിലാഷ് ഉണ്ട്, അഭിലാഷിനെ കൊണ്ട് എന്നെ ആലോചിപ്പിച്ചാലോ എന്ന് മുത്തശ്ശിക്ക് ഒരു ആഗ്രഹം. ആ അഭിലാഷിനെ കൊണ്ടും അതെ, അന്ന് ആ വീട്ടിൽ വന്ന കാര്യം പറഞ്ഞു, വീട്ടുകാർക്ക് സമ്മതം. അങ്ങനെ അഭിലാഷിന്റെ കയ്യിലേക്ക് എന്റെ നമ്പർ കൊടുത്തു, അഭിലാഷിന്റെ നമ്പർ എന്റെ കയ്യിലേക്കും തന്നു. അങ്ങനെ ഞങ്ങൾ ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഒരു ദിവസം നേരിട്ട് കാണാന്ന് വെച്ച് സമ്മതിച്ചു. അമ്പലത്തിലേക്ക് അഭിലാഷ് വരികയായിരുന്നു. ഞാൻ ഈ അഭിലാഷിനോട് സംസാരിക്കുന്നതൊക്കെ എന്റെ ചേച്ചി ഒഴിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശംഖുചക്രം വലിയ തറവാടാണല്ലോ, കോടീശ്വരന്മാര്. അപ്പൊ അതുകൊണ്ട് ചേച്ചിക്കൊരു ആഗ്രഹം, ആ തറവാട്ടിലേക്ക് മരുമകളായിട്ട് കയറി പറ്റണോന്ന്. അഭിലാഷ് ചേട്ടനാണെങ്കിൽ എന്നെ കണ്ടിട്ടുമില്ല, സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ അഞ്ജലി ആയിട്ട് നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോകാം, അനുപമ വേഷം മാറി അമ്പലത്തിൽ പോകാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അനുപമ വേഷം മാറി എന്റെ വേഷത്തിലാണ്, അതായത് ഞാൻ അഞ്ജലിയാണെന്ന രീതിയിൽ ഹൗസാരിയെ കൊടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അഭിലാഷിന്റെ അടുത്ത് പോയിട്ട് താൻ അഞ്ജലിയാണെന്ന് പറയുകയും ആ സമയം തന്നെ തന്റെ താലി കെട്ടണമെന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിപ്പിക്കുകയും ചെയ്തു. ശേഷം അവിടെയുള്ള ആളുകളൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞാൻ അഞ്ജലിയല്ല അനുപമയാന്ന്. തന്റെ ചേച്ചി ഭയങ്കരം തന്നെ, അതെ എന്ന് പറയാണ്. അപ്പൊ ആ കഥയും കൂടി നമ്മുടെ അഞ്ജലി പറയണ്ട. അപ്പൊ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ അർജുന ആകെ സമാധാനവും, കാരണം സമാധാനക്കേടാവും. കാരണം വേറൊന്നുമല്ല, തന്റെ ചേട്ടനെ അഭിലാഷ സ്നേഹിച്ച പെണ്ണും കൂടിയാണല്ലോ അഞ്ജലി എന്ന് അറിഞ്ഞപ്പോ ഒന്നും കൂടി ഷോക്കായ അർജുന. അങ്ങനെ അർജുന ആ ഷോക്കിൽ വണ്ടി ഓടിച്ചിങ്ങനെ പോണ സമയത്ത് അഞ്ജലി ചോദിക്കണ്ടേ, അല്ല രാജീവ് പോണത് രാജീവിന്റെ വീട്ടിലേക്കല്ലേ? അയാളോ, ഞാൻ എന്റെ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ, താൻ 1-2 മണിക്കൂർ അമ്പായുടെ വീട്ടിലേക്ക് ഒന്ന് ഇരിക്കാവോ? അല്ല നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ താനൊന്ന് കേക്ക്, താൻ എന്റെ ഭാര്യയാണ്, താനൊന്ന് അനുസരിക്കടോ എന്ന് പറയണം. അങ്ങനെ അഞ്ജലി ശരി, എന്നാ ശരി രാജു പോയിട്ട് വാ എന്ന് അഞ്ജലി പറയണം. അങ്ങനെ അമ്പായുടെ വീട്ടിൽ അഞ്ജലിനെ നിർത്തിയതിനു ശേഷം അർജുൻ അവിടെ നേരെ പോണത് സ്വന്തം വീട്ടിലേക്കൊന്നുമല്ല, അവിടെ നേരെ പോണത് ഒരു വാടക വീട് അന്വേഷിച്ചാണ് നമ്മുടെ അർജുൻ പോണത്. അമ്പായുടെ വീട്ടിലെത്തിയ അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ അമ്പായുടെ ചോദിക്കുന്നുണ്ട്, രാജീവ് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? രാജീവിന്റെ വീട്ടുകാരെ കുറിച്ച് ഇപ്പോഴും ഒരു നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ്. അച്ഛൻ എന്താണ്, അമ്മ ആരാണ്, ചേച്ചി എന്താണ്, ചേട്ടൻ എന്താണ്, കുടുംബക്കാരാരാണ്, വീട് എവിടെയാണ്, അങ്ങനൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചോദിക്കുമ്പോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജീവ് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് തുറന്നു ചോദിക്കുകയാണ് നമ്മുടെ അഞ്ജലി അമ്പാടി അടുത്ത്. അമ്പാടിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഇല്ല അങ്ങനെയൊന്നും ഇല്ല, അഥവാ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഭാര്യയും ഭർത്താവല്ലേ, പരസ്പരം സംസാരിച്ച്
എല്ലാ കാര്യങ്ങളും ഒന്ന് ഓക്കെ ആക്കെന്ന് പറയാണ്. കാരണം നിങ്ങൾ ഭാര്യയും ഭർത്താവിന്റെ ഇടയിലേക്ക് മൂന്നാമതൊരാളെ എടുത്തിടാതിരിക്കണം നല്ലത്. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കണമല്ലോ. അതുകൊണ്ട് അഞ്ജലി സമാധാനമായിട്ടിരിക്കും. ഒരിക്കലും രാജീവ് അഞ്ജലിയെ ചതിക്കില്ല, പറ്റിക്കില്ല. പിന്നെ ഒരു കാര്യം, അഞ്ജലി വെച്ചാൽ ജീവനാണ് അവന്. അത്രമാത്രം ഒരു അറിഞ്ഞാൽ പോരെ. പിന്നെ എത്ര മാന്യമായിട്ടുള്ള പണിയെടുത്ത് അഞ്ജലി നന്നായിട്ട് നോക്കും. അതൊക്കെ വലിയ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അമ്പാടി. അതേസമയം നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ ഒരു വീട് അന്വേഷിച്ച് പോണ സമയത്ത് നമ്മുടെ അനുപമ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട് അർജുനെ തീർക്കാനായിട്ട്. കാരണം അർജുനും അഞ്ജലിയും കൂടി ശംഖുചക്രത്തിൽ വരാതിരിക്കാനായിട്ടാണ് നമ്മുടെ അനുപമ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഗുണ്ടകളെ ഏർപ്പാടാക്കി അർജുനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അനുപമയുടെ തീരുമാനം. അതനുസരിച്ച് ഗുണ്ടകൾ അവിടെ വരികയും അർജുനെ ആക്രമിക്കുകയും എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയും ആ വെള്ളത്തിലിടുന്ന വീഡിയോ എടുത്തിട്ട് അനുപമക്ക് അയച്ചു കൊടുക്കാണതേ. വെള്ളത്തിൽ കിടന്ന് അവൻ പെടയുന്ന കണ്ടില്ലേ, അവൻ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നത്. അനുപമക്ക് സന്തോഷാവാട്ടോ, ഹോ സമാധാനായി എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ ഭയങ്കര സമാധാനത്തിൽ അങ്ങനെ നിൽക്കണം. അതേസമയം നമ്മുടെ അഞ്ജലിയുടെ വീട്ടിലാണെങ്കിൽ അഞ്ജലിയുടെ അച്ഛനും നമുക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. അവരെവിടേക്കാണ് പോയത്, എന്താണ് ചെയ്യണത് ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞപ്പനും അതും ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അഞ്ജലിക്കൊക്കെ വേണ്ടി കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും ഭയങ്കര വിഷമത്തിലിരിക്കണം. മധുവും കുഞ്ഞപ്പനും ചോദിക്കണ്ടേ എന്താ എല്ലാവരും വിഷമത്തിലിരിക്കണത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണം. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ആര്യ പറയുന്നുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഞ്ജലിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഞ്ജലിക്കും രാജീവിനും പരസ്പരം വിവാഹം കഴിക്കേണ്ടി വന്നു. അവരത് പറയാന്നാ വിചാരിച്ചത്. പക്ഷെ അവർക്ക് പറയണ മുമ്പേ അനുപമ വന്ന് ഇവിടെ വന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ എന്റെ അമ്മായിയുടെ അമ്മാവന്റെ സ്വഭാവം. അനുപമനെ ഇറക്കി വിട്ട പോലെ ആ മഴയത്ത് അവൾ അങ്ങോട്ട് ഇറക്കി വിട്ടു. ഈശ്വര, ഇന്നലെയുള്ള മഴയത്തോ? അതെ, ആ പെരും മഴയത്ത് അവള് രാവിലെ വരെ അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ അവിടെ നിന്നിട്ട് അവള് കാല് പിടിച്ചു. അവളും രാജുവും കാല് പിടിച്ചു. നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. പക്ഷെ അതൊന്നും ഇവർക്ക് പോരാ. ഇവരപ്പോഴും നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ നോക്കി അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോഴേക്കും നമ്മുടെ ശിവരാം പറയണ്ട, മോനെ കുഞ്ഞപ്പ ഒന്ന് അന്വേഷിച്ചിട്ട് വരാവോ, അഞ്ജലിയൊക്കെ എവിടെയോ പോയിന്നത് അന്വേഷിച്ചു വരാവോ. ഇന്നലെ പെരുമഴത്ത് അവരെ ഇറക്കി വിട്ടില്ലേ. അവൾ മഴ നന്ദി മരിച്ചെങ്കിൽ എന്ത് ചെയ്താനെ? അവള് മരിച്ചെന്നുകൊണ്ട് വിചാരിച്ചോ? ആ രീതിയിലല്ലേ നിങ്ങൾ ഇറക്കി വിട്ടത്. പോയി ചാവണമെങ്കിൽ ചാവ്, ജീവിക്കണമെങ്കിൽ ജീവിക്ക് എന്ന് പറഞ്ഞ രീതിയിലല്ലേ നിങ്ങൾ ഇറക്കി വിട്ടത്. പിന്നെന്തിനാ ഇപ്പൊ അങ്ങനെ ചോദിക്കണത്? അഞ്ജലി മരിച്ചെന്ന് നിങ്ങൾ വിചാരിച്ച് ജീവിച്ചോ? ആ പെരുമഴത്ത് അവളെ നിർത്താൻ നിങ്ങൾക്ക് മടി തോന്നിയില്ലേ? അവളൊരു ചെറിയൊരു തെറ്റ് ചെയ്തപ്പോഴേക്കും അവളെ കൂടെ ഇറക്കി വിട്ടല്ലേ. ഇത്രയും നാളെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു അല്ലേ? ശിവരാമേട്ടാ, നിങ്ങളുടെ ചികിത്സക്ക് വേണ്ടി അഞ്ജലി ഓടി നടക്കുമല്ലായിരുന്നു. പാവം, കേറാത്ത ട്രസ്റ്റുകളില്ല, കേറാത്ത ഹോസ്പിറ്റലുകളില്ല, അതുപോലെ തന്നെ കേറാത്ത എന്താണ് ബാങ്കുകളില്ല. അവൾ എന്തൊക്കെ ചെയ്തു എന്നറിയാവോ? അത് മാത്രമോ, ശ്യാമളേച്ചി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എത്ര ചെറുപ്പത്തിൽ അവൾ ഓടി നടക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഈ വീട്ടിലിരിക്കാറുണ്ടോ അവള്? എല്ലാം മറന്നു. നിങ്ങൾ വലിയ ആൾക്കാരായി. അല്ല, പിള്ളേര് പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച എന്താണ് തെറ്റെന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പൻ നല്ല രീതിയിൽ രണ്ടുപേര് വഴക്ക് പറയും കേട്ടോ. കുഞ്ഞപ്പൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശ്യാമളക്കും നമ്മുടെ ശിവരാമനൊക്കെ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ആ ഭാഗം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്, വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല, ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.